ശ്രീ റോണി കെ ബേബി, തമിഴ്നാട്ടിൽ ഇന്ന് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ഈ യോഗത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ ഒരു ചർച്ച. ഇക്കാര്യത്തിൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നതായി കാണുന്നില്ല. എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? അതായത് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗം, അതിനോടനുബന്ധിച്ച് വന്ന പ്രതികരണങ്ങളുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാലിൻ യോഗം വിളിച്ചോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചർച്ച ചെയ്തോ എന്നുള്ളതല്ല. ഇവിടെ ദക്ഷിണേന്ത്യക്കും ഉത്തരേന്ത്യക്കിടയിലുമുള്ള ഒരു അസമത്വം അത് നാൾക്ക് നാൾ പല കാര്യങ്ങളിലും വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു പ്രദേശത്തോടോ ഒരു സംസ്ഥാനങ്ങളോടോ അവർക്ക് എന്തെങ്കിലും ഒരു വിയോജിപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഒരു ഇൻഇക്വാളിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യുവാൻ നമ്മുടെ രാജ്യത്ത് പല ഫോറങ്ങളുണ്ട്. ഒന്ന് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, രണ്ട് നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ. ഇതൊക്കെ 2014 മുമ്പ് വളരെ കൃത്യമായ ഇടവേളകളിൽ ഇത് കൂടുകയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരെല്ലാം അതിൽ പങ്കെടുക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അവിടെ പങ്കെടുക്കുകയും വളരെ കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 2014 ശേഷം ഇങ്ങനെയുള്ള ഫെഡറൽ ഫോറങ്ങൾ, ഫെഡറൽ വേദികൾ നമ്മുടെ രാജ്യത്ത് അന്യം നിന്നു പോവുകയാണ്. എന്റെ വിദൂരമായ ഒരു ഓർമ്മയിൽ പോലും ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലോ നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലോ കൂടിയതായിട്ടുള്ള ഒരു ഓർമ്മയും എനിക്കില്ല. ഇപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങള്, അത് ചിലപ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിലാവാം, രാഷ്ട്രീയ അടിസ്ഥാനത്തിലാവാം, ആ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും കൂടി ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് ഒരു തെറ്റും പറയാനില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ BJP എന്താ, അവര് ഇതിനകത്ത് കൊടുക്കുന്ന ഭാഷ്യം ഒരു കട്ടിംഗ് സൗത്ത്, ഒരു പുതിയ നരേറ്റീവ് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കൂടി അതിന്റെ വിഘടനവാദമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു പുതിയ മുദ്രാവാക്യമൊക്കെ BJP ഇതിനെ കൽപ്പിച്ചു അത് മുദ്രാവാക്യം മാത്രമല്ല, അത് ഈ രാജ്യത്തെ വിഘടനവാദ ശക്തികൾ ഉയർത്തിയ മുദ്രാവാക്യമാണെന്ന് പല രീതിയിൽ കണ്ടു കിട്ടിയ വസ്തുതകളാണ്. ഇതിനുവേണ്ടി ഫണ്ട് ഒഴുക്കപ്പെട്ട കേന്ദ്രങ്ങൾ ഏതാണ്? ഇതിനു വേണ്ടി കേരളത്തിൽ പോലും ഇതിനുവേണ്ടി ഫണ്ടൊക്കെ വന്നൊരു സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ലഭിച്ച വിവരങ്ങളൊക്കെ ദേശീയ ഏജൻസികൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു ഏർപ്പാടാണ് എന്നൊന്നും കരുതാൻ കഴിയില്ല. വളരെ കൃത്യമായ അജണ്ട അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തവുമാണ്. ശ്രീ റോണി കെ ബേബി, പക്ഷെ ഇന്നത്തെ ഈ വിഷയത്തില് ഇന്ത്യയിൽ ഒരു സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഡിവൈഡ് വർദ്ധിച്ചു വരുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങള് അവരുടെ വിഷമങ്ങള്, അവരുടെ ബുദ്ധിമുട്ടുകള്, അവരുടെ വികാരങ്ങള് പങ്കുവയ്ക്കാൻ വേണ്ടി കൂടുമ്പോൾ അതിനെ ഒരു കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ BJP ആണ്. ഇപ്പോൾ കട്ടിംഗ് സൗത്ത് ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളല്ല, BJP തന്നെയാണ്, BJP കേന്ദ്രം തന്നെയാണ്. ശ്രീ പത്മനാഭൻ, ആ വിഷയത്തിൽ ഒരു മറുപടി അനിവാര്യമാണ്. കട്ടിംഗ് സൗത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വിഘടനവാദ നീക്കം ഇവിടെ നടത്തുന്നു എന്നുള്ള വിമർശനം വളരെ പരക്കെ ഇവിടെ വന്നതാണ്. അതിനുവേണ്ട ഫണ്ട് ഇവിടെ എത്തിയ കാര്യം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വിഘടനവാദം നടത്തുന്നത് BJP ആണ് എന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസിന്റെ പ്രതിനിധി മുന്നോട്ട് വെക്കുകയാണ്. അങ്ങയുടെ പ്രതികരണം? അല്ല, കട്ടിംഗ് സൗത്ത് പോയിട്ട് കേന്ദ്ര സർക്കാർ വേണ്ടാന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എന്താ പറയുക ഐക്യവും അഖണ്ഡതയ്ക്കും ഭീഷണിയായിട്ട് ഒരു കേക്ക് പോലും ഇവിടെ ആരും കട്ട് ചെയ്യൂല. ഏത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ്, ചെയ്യരുത് എന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞാൽ ഒരു കേക്ക് പോലും ഇവിടെ ആരും കട്ട് ചെയ്യൂല. ഇന്നലെ രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞതെന്താ, 2026 മാർച്ച് 31 മാവോയിസം ഇന്ത്യയിൽ അവസാനിക്കുന്ന, 2026 മാർച്ച് 31 തീരും മാവോയിസം. നെറ്റിക്ക് വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നെറ്റിക്ക് വെടിവെക്കാൻ 30 എണ്ണത്തിനെയാണ് മിനിയാന്ന് ശരിയാക്കിയത്. ഇവിടെ കോൺഗ്രസ്സുകാർ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബീഹാർ PCC പ്രസിഡന്റ് ആരാ? കനയ്യ കുമാർ. അയാളെ പേരിലൊരു കേസുണ്ട് ഡൽഹി മജിസ്ട്രേറ്റ് കോടതിയിൽ. എന്താ കേസറിയോ? ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി, ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി, ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ, ഭാരത് തേരെ ടുക്കഡേ ടുക്കഡേ ഹോഗി, ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ. പിന്നെയോ അഫ്സൽ ശർമിന്ദ ഹേ തേരി കാഫിൽ അബി ജിന്ദ ഹേ,
ഭാരത് കി ബർബാദ് ഇന്ത്യ രാജ്യം വെട്ടിമുറിക്കും, ഇന്ത്യയുടെ നാശം വരെ യുദ്ധം ചെയ്യും, അഫ്സൽ ഗുരു നിന്നെ തൂക്കിക്കൊന്നവർ ഇപ്പോഴും ജീവനോടുണ്ട്, ഞങ്ങൾ ലജ്ജിക്കുന്നു. ഈ മുദ്രാവാക്യം ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരിക്കാൻ, JNU യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ ആയിരിക്കെ, CPIന്റെ വിദ്യാർത്ഥി സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗ നേതാവായിരിക്കെ, ASFന്റെ നേതാവായിരിക്കെ വിളിച്ചതായി വിദ്വാനും കൂട്ടരും. ഇതൊക്കെ കേസ് പ്രതിയായി ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാ. CPIക്കാർക്ക് മനസ്സിലായി ഇതൊരു തലവേദനയാന്ന്, അവർ പിടിച്ച് പുറത്താക്കി, മെല്ലെ ഒഴിവാക്കിയപ്പോൾ കോൺഗ്രസ് എടുത്തു. പണ്ടൊന്നും ഈ ജാതി അർബൻ നക്സലൈറ്റിനെ AICC ആഫീസിന്റെ 4 അയലത്ത് കയറ്റൂലായിരുന്നു. പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താവട്ടെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പിന്നെ ചിന്തിക്കുക പോലും വേണ്ട, രാജീവ് ഗാന്ധിയുടെ കാലത്താവട്ടെ, ഈ ജാതി അർബൻ നരസിംഹറാവുവിന്റെ കാലത്താവട്ടെ, ഈ ജാതി അർബൻ നക്സലൈറ്റുകളെ കോൺഗ്രസിന്റെ 4 അയലത്ത് അടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇയാളെ കോൺഗ്രസ് ആക്കി. എന്നിട്ട് ഡൽഹിയിൽ കഴിഞ്ഞ തവണ ഈസ്റ്റ് ഡൽഹിയിൽ മത്സരിപ്പിച്ച് 8 നില പൊട്ടി. ഇയാൾ ഇപ്പോൾ PCC പ്രസിഡന്റാന്നാ പറയുന്നത്, ബീഹാറിലെ കനയ്യകുമാരൻ. ഇങ്ങനത്തെ ആളുകളെ തലയിലേറ്റി നടക്കുകയാണ് കോൺഗ്രസ്. പിന്നെ ഇവരിതൊക്കെ ഇതിന് കൂട്ടു നിൽക്കുമല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ഈ രാജ്യത്ത് സാമ്പത്തികമായി ഇന്ത്യയിൽ വലിയ അഴിമതി ഷെയർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് അഡാനിക്ക് വേണ്ടി നടത്തുന്നു നരേന്ദ്രമോദി. ആരാ പറഞ്ഞു കൊടുത്തത്? ഹിൻഡർബർഗ് എന്ന് പറയുന്നത് അമേരിക്കയിൽ 5-3-8 ആളുള്ള ഒരു ഓഫീസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന. ഇപ്പൊ ആ സ്ഥാപനം പൂട്ടി, ട്രംപ് 2ാമത് അധികാരത്തിൽ പൂട്ടി. പിന്നെ ജോർജ് സോറാസ്, അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റവാളി. അയാള് ഈ ജോർജ് സോറാസും ഹിൻഡർബർഗും പറയുന്നത് കേട്ടിട്ടാണ് പെഗാസിസിന്റെ പേരിലും ഹിൻഡർബർഗിന്റെ പേരിലും ഷെയർ കുംഭകോണത്തിന്റെ പേരിലും 3-4 പാർലമെന്റ് സമ്മേളനങ്ങൾ കലക്കിയത്. കലക്കിയില്ലേ 3-4 പാർലമെന്റ് സമ്മേളനങ്ങൾ. ഇത്തവണത്തെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചു. എന്താ പ്രധാനമന്ത്രി പറഞ്ഞറിയോ? ചരിത്രത്തിൽ കുറെ കാലത്തിന് ശേഷം ആദ്യമായി വിദേശത്തു നിന്നും വാർത്തകളെ ചൊല്ലി ഉള്ള സംഘർഷങ്ങളും തടസ്സപ്പെടുത്തലും ഇല്ലാത്തൊരു പാർലമെന്റ് സമ്മേളനമാണ്. ഇങ്ങനെ തുടർച്ചയായി വിദേശത്തു നിന്ന് വരുന്ന വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തിയതിന്റെ ഫലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സഖ്യം ഉണ്ടാക്കിയിട്ട് കുറച്ച് സീറ്റ് കിട്ടി. പക്ഷേ ഹരിയാനയിൽ തോറ്റു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മുഹൂർത്തം നിശ്ചയിച്ചിരുന്നു ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, തോറ്റുപോയി. മഹാരാഷ്ട്രയിൽ ലോക്സഭാ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ കുപ്പായം തുന്നിച്ചു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. ചരിത്രത്തിലെ ഏറ്റവും ദയനീയ പരാജയം. ഡൽഹിയിൽ പതിവ് പോലെ 0. ഞാനൊരു ഡൽഹിയെ സംബന്ധിച്ച് ഒരു തമാശ പറയാം. ഈ രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന മണ്ഡലം ന്യൂഡൽഹി അസംബ്ലി മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് കിട്ടിയത് 7.42% വോട്ടാ. എന്ന് വെച്ചാൽ കെട്ടിവെച്ച കാശില്ല. കെട്ടിവെച്ച കാശ് കിട്ടണമെങ്കിൽ 16% വോട്ട് വേണം. രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്ന ബൂത്ത് ഉണ്ട്, നിർമ്മൽ ഭവൻ ഏരിയയിലെ ബൂത്ത്. അവിടെ കോൺഗ്രസിന് 45-50 വോട്ടാ കിട്ടിയത്. അപ്പൊ ഇതാണ് സ്ഥിതി. ഇതേ വോട്ട് ചെയ്യുന്ന ബൂത്തിലെ, ഇതേ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ അവസ്ഥ ഇതാണ്. നരേന്ദ്രമോദി വോട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിലെ മണിനഗർ അസംബ്ലി മണ്ഡലത്തിൽ. അതൊരു അസംബ്ലി മണ്ഡല. അവിടെ BJPയുടെ ഭൂരിപക്ഷം 90,778. മോഡിജി വോട്ട് ചെയ്യുന്ന ബൂത്തിൽ 90% വോട്ട് BJPക്കാണ്. തോറ്റു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം, ഇലക്ഷൻ വോട്ടിംഗ് മെഷീന് കുറ്റം. ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് അവസാനിപ്പിക്കും ചേട്ടന്മാരെ, ഈ തോറ്റാൽ മെഷീനെ കുറ്റം പറയുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കുക എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ ജാതി മുദ്രാവാക്യത്തിന്റെ പിന്നാലെ പോകരുത്. നിങ്ങളുടെ പാരമ്പര്യവും നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. അതൊന്നും ആർക്കെങ്കിലും, അത് നിങ്ങളുടെ നേതാക്കന്മാർക്ക് അറിയില്ലെങ്കിൽ സാധാരണ അണികളെങ്കിലും വായിച്ചു പഠിക്കണം. ഈ അർബൻ നക്സലേറ്റുകളാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത്, ഉപദേശിക്കുന്നത്. അവരാണെന്ന് ഉപദേശിക്കുന്നത്. ഇത് എവിടെ എത്തുന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരു ചുക്കും ഒരു കട്ടിങ്ങും ഇന്ത്യയിൽ നടക്കൂല. ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കെതിരെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ അഴിമതി ആരോപണം നടക്കുകയാണ്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയുള്ള അഭ്യാസമാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ 2 കഷ്ടമായി ഇന്ത്യൻ പ്രതിപക്ഷം തമ്മിൽ തല്ലി പിരിയും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് BJP. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കണ്ടതാണ്. ശ്രീ റോഡി കെ ബേബി, ഇതാണ് അങ്ങ് പറഞ്ഞ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ശ്രീ പത്മനാഭൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്.